പേരുണ്ട്. പേരുണ്ട്. അരുൺ, നേരത്തെ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഒരു ഭാഗം ഒന്നടങ്കം ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞു വരുന്നത്. അതിനപ്പുറത്താണ് ആൾക്കാരൊക്കെ നിന്നതും പോലീസ് തടഞ്ഞതും. പക്ഷേ വാഹനങ്ങൾ ഉള്ളിൽ പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഉടലെടുക്കുന്ന ഏത് ഭാഗത്തെയാണ്? ഉപയോഗിക്കണമെങ്കിൽ അരുണിന് കേൾക്കാമെന്ന് കരുതുന്നു. അരുൺ, അരുണമ്പനാഥാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മണ്ണിടിയുന്ന നടക്കുന്ന ദൃശ്യങ്ങളാണ്. അരുൺ, കേൾക്കാമോ? കേൾക്കാം. അരുൺ, നേരത്തെ ആ നിന്ന സ്ഥലത്ത്, അതായത് ഇരുമ്പ് ഷീറ്റോ മറ്റോ വെച്ച് മറച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. അവിടെ നിന്നും അതിന് മുകളിൽ നിന്നുമാണ് മണ്ണൊലിച്ച് റോഡിലേക്ക് ഇറങ്ങിയത്. അതിന്റെ ഇരുവശങ്ങളിലുമായിരുന്നു വാഹനമോ ജനങ്ങളോ നിന്നിരുന്നതും. പിന്നീട് മണ്ണിടിഞ്ഞ് വാഹനങ്ങൾക്ക് മേലെ വീണിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്നത് ഏത് ഭാഗത്തു നിന്ന് മണ്ണ് വീണപ്പോഴാണ്? മണ്ണ് വീഴുന്നുള്ള കുന്ന് പോലെയുള്ള മേഖലയാണ്. അവിടെയുള്ള മണ്ണ് പാടെ അത്തരത്തിൽ കുത്തിയൊലിച്ച് റോഡിലേക്ക് നിലം പതിക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ ആ സംശയം നമ്മൾ പ്രകടിപ്പിച്ചാണ്. നീരൊഴുക്ക് തുടരുകയാണെങ്കിൽ അപകടം ഉറപ്പിച്ചത് തന്നെയാണ്. അത്തരത്തിൽ മണ്ണും കല്ലും ഉൾപ്പെടെ അങ്ങനെ കുത്തിയൊലിച്ച് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ നിന്ന് എല്ലാവരും, നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും അവിടെ നിന്ന് ഓടി മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വാഹനങ്ങളൊന്നും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ മണ്ണ് പക്ഷേ പൂർണ്ണമായും ആ റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ രീതിയിൽ ആ മലയുടെ ഒരു മേഖല തന്നെ നിലത്തേക്ക് കുത്തിയൊലിച്ച് വന്ന് പാറക്കെട്ടുകളും കരിങ്കല്ലുകളും ഒക്കെ ആയി നിലത്തേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ മലയുടെ ഈ മേഖലകൾ ഉൾപ്പെടെ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ മേഖലകൾ ഉൾപ്പെടെ ഇനി ഒരു അപകട സാധ്യത അവിടെ ഉണ്ടോ? ഇനിയും അവിടെ ഇടിയാൻ ചാൻസ് കൂടുതലാണ്. ഒരുപാട് ചാൻസുകൾ ഇനി ഇടിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി മറ്റേ അത്തരത്തിൽ ഈ മേഖലയിലൊക്കെ മണ്ണിടിഞ്ഞോണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇടിഞ്ഞ സ്ഥലമാണ്. നിലവിൽ അവിടെ ആരും അകപ്പെട്ടിട്ടോ വാഹനമൊന്നും അകപ്പെട്ടില്ല. എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. നമ്മൾ ഉൾപ്പെടെ അവിടെ നിന്ന് പെട്ടെന്ന് ഓടിയതിന്റെ ഇടയിൽ തന്നെ ഒന്നും വാഹനങ്ങളൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒന്നും കയ്യിൽ കുടുങ്ങിയിട്ടില്ല. അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഒക്കെ രക്ഷപ്പെട്ടു. അതെ, പോലീസ് ഉൾപ്പെടെ പറയുന്നത് ഇവിടെയൊക്കെ ഈ ഒരു മേഖലയിൽ നിന്ന് മാറേണ്ടത് അനിവാര്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ആളുകളെ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റുകയാണ് എന്നുള്ളതാണ്. ആ മേഖലയിൽ തന്നെയായിരുന്നു മോത്തി നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്ന ഒരു മേഖലയാണ്. ഞാൻ ഉൾപ്പെടെ നിന്ന മേഖലയിലേക്കാണ് മണ്ണിപ്പോൾ വീണ് പതിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള അതിൻ്റെ പ്രകമ്പനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊട്ടടുത്ത കുന്നുകളിലൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് മാറുന്നതാണ് ഏറ്റവും സുരക്ഷിതമെന്ന നിർദ്ദേശമാണ്. ആളുകളെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. ഈ മല കടലുണ്ടി പുഴ ഒരു വശത്ത് കാണാം. അത്തരത്തിൽ അതിൻ്റെ ചേർന്നുള്ള സംസ്ഥാന പാതയോട് ചേർന്നുള്ള റോഡാണ്. ആ റോഡിലാണ് കുന്നിപ്പോൾ ഇടിഞ്ഞു വീണിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ മേഖലയിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ദൃശ്യത്തിൻ്റെ ഭീകരത ഈ അപകടത്തിന്റെ വ്യാപ്തി പറയുന്നുമുണ്ട്. മോത്തി, ശരി. തങ്ങളെ തങ്ങളെ തങ്ങളെ